പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ നോക്കുന്നത് GSTR2 എന്ന് പറഞ്ഞാൽ എന്താണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1 എന്താണ് എന്നുള്ളതായിരുന്നു നോക്കിയിരുന്നത്. ഇന്ന് GSTR2 എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. GSTR2 എന്ന് പറയുന്നത്, ഞാനിത് റിട്ടേൺ ഫോമിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കോളങ്ങൾ കാണാൻ കഴിയുന്നത്. GSTR2 എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ബില്ലുകളുടെ കാണാനുള്ള ഒരു ഓപ്ഷനാണ് GSTR2 ഉണ്ടാവുക. ഓക്കെ, GSTയുടെ ആദ്യ സമയങ്ങളിൽ നമുക്ക് GSTR2 എന്നുള്ള ഭാഗത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേകം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് അതിന് അത്ര വലിയ ഉപയോഗം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ GST ഓരോ സമയത്തും അതിൽ വലിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം GST ഇപ്പൊ 2021 മുതലൊക്കെ GSTR2 വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്ത ഇപ്പൊ ഞാൻ GST നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വേറൊരാളെ കയ്യിൽ നിന്ന് GST രജിസ്ട്രേഷൻ എടുത്ത ഒരാളെ കയ്യിൽ നിന്ന് ബില്ല് വാങ്ങുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിന്റെ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും എന്നെല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ആ ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ GSTR1 എന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ഒരു GST ഇപ്പൊ നമുക്കറിയാം, നമ്മൾ AB എന്നുള്ള ടീമിന് ബില്ല് ചെയ്തിരുന്നു. ഈ AB എന്നുള്ള ടീമിന് നമ്മൾ ബില്ല് ചെയ്തതിന്റെ ഇൻപുട്ട് അവർക്ക് ക്ലെയിം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് 10th മുമ്പായിട്ട്, ഇപ്പൊ നമ്മൾ ഏപ്രിലിലെ ബില്ലുകൾ മെയ് 10th മുമ്പായിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമാണ് AB എന്നുള്ള ടീമിന് ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അപ്ലോഡ് ചെയ്തത് 12th എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മെയ് മാസത്തിൽ അവർക്ക് ആ ഇൻപുട്ട് എടുക്കാൻ കഴിയില്ല. അവർക്ക് ജൂൺ മാസത്തിലാണ് ആ ഇൻപുട്ടിനെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ വലിയ മാറ്റങ്ങളൊക്കെ ഈ GSTR2 എന്നുള്ള ഭാഗത്ത് നിലവിൽ വന്നിട്ടുണ്ട്. ആദ്യത്തെ സമയങ്ങളിലൊക്കെ GSTയിൽ നമ്മൾ ചെയ്തിരുന്നത്, നമ്മൾ ടോട്ടൽ എത്രയാണോ നമ്മൾ സെയിൽ ചെയ്തത് അതിന്റെ ഔട്ട്പുട്ട് കൂട്ടി ടോട്ടൽ നമുക്ക് കിട്ടാനുള്ള ഇൻപുട്ട് അതും കുറച്ച് എത്രയാണോ ഗവൺമെന്റിന് കൊടുക്കാനുള്ളത് എന്നുള്ളത് മാത്രമായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. പക്ഷേ ആ രീതിയിൽ നിന്ന് നമ്മൾ മാറണം. നമ്മൾ മാറിയേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ഫൈന് വരും, സ്ഥാപനത്തിന് പൂട്ടുവരും. അതുകൊണ്ട് GSTR2 എന്നുള്ളത് നമ്മൾ സൈറ്റിൽ കയറി എത്രയാണോ നമുക്ക് ഇൻപുട്ട് ഉള്ളത് ആ ഇൻപുട്ടുകൾ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ നമ്മൾ 10 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷേ നമ്മൾ പർച്ചേസ് ചെയ്ത ടീം അവരുടെ പർച്ചേസ് ബില്ലുകൾ അല്ലെങ്കിൽ അവരുടെ സെയിൽ ബില്ലുകൾ GSTR1 അവർ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. എല്ലാ മാസം 15th നമ്മൾ എന്ത് ചെയ്യണം? ഈ GSTR2 ഏതൊക്കെയാണോ ബില്ലുകൾ വന്നിട്ടുള്ളത് എന്ന് നോക്കി ആ ബില്ലുകളുടെ ഇൻപുട്ടുകൾ മാത്രമേ നമുക്ക് GSTR2 എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ GSTR2 എന്തൊക്കെയാണ് ഭാഗങ്ങൾ നോക്കാം. നിലവിലൂടെ മിസ്മാച്ച് എന്നുള്ള ഭാഗത്ത് ഒന്നുമില്ല. നമുക്കറിയാം, ഇവിടെ B2B ഇൻവോയ്സസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ B2B ആളുകളുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. നമ്മൾ പറയും, ഈ B1 ബാംഗ്ലൂർ എന്നുള്ള ടീം അവർ കൃത്യമായി GSTR1 സബ്മിറ്റ് ചെയ്യാത്തൊരു ടീമാണ് എന്ന് വിചാരിക്കാം. നമ്മൾ അവരെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങി. നമ്മെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് നമുക്ക് ഏകദേശം 28,000 രൂപയുടെ ഒരു ഇൻപുട്ട് അവരുടെ കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാനുണ്ട് എന്ന് നമ്മൾക്ക് അറിയാം. പക്ഷേ സൈറ്റിൽ അവർ ഔദ്യോഗികമായിട്ട് GSTR1 അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് 28,000 രൂപയുടെ ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുക്കാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. ITC അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതായിരിക്കും വരിക. ഇനി നമ്മൾ ഈ 28,000 രൂപ എടുത്തു എന്ന് വിചാരിക്കാം. നമ്മുടെ സൈറ്റിൽ യഥാർത്ഥത്തിൽ ഈ ബില്ല് വന്നിട്ടില്ല. നമ്മൾ 28,000 രൂപ എടുത്താൽ ഇതിന്റെ 18% അതല്ലെങ്കിൽ 28% നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ കിട്ടിയതിന്റെ ഇരട്ടി നമ്മൾ പിന്നെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ITC നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിനെ മാത്രമേ പുതിയ GST നയപ്രകാരം നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ഒരു മാസം നമുക്ക് ഏകദേശം 1,13,352 രൂപയുടെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുണ്ട്. ഏറ്റവും അടിഭാഗത്ത് അതിന്റെ ടോട്ടൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1,13,352 രൂപയാണ് നമുക്ക് ഇവിടെ ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുക്കാനുള്ളത്. ഓക്കെ, പക്ഷേ നമ്മൾ സൈറ്റിൽ വ്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ A1 എറണാകുളം പറയുന്ന ടീം അവരുടെ ബില്ല് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ബില്ലിന് 6/4/2021 ബില്ലായിരുന്നു. ഈ ഒരു ബില്ല് യഥാർത്ഥത്തിൽ ഇവരെന്ത് ചെയ്തിട്ടില്ല, സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ അവർ ഒരു പക്ഷേ അവരുടെ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ കൊണ്ടോ മറ്റു വിഷയങ്ങളെ കൊണ്ടോ മെയ് 10th അവർ ബില്ല് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഈ ഒരു ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ബില്ലിന്റെ ഡേറ്റ് മാറ്റി നമ്മളിവിടെ 1/5 എന്നുള്ളതിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിത് മെയ് മാസത്തിന്റെ GST ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ആ ഒരു ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ സൈറ്റിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പാർസൽ ചാർജ് നമ്മൾ ചിലപ്പോൾ പാർസൽ ചാർജ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ പാർസൽ ചാർജിന് നമുക്ക് ടാക്സ് ബില്ലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ നമ്മുടെ പേരിൽ ടാക്സ് ബില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ GSTR1 അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുക്കാനുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. നമുക്ക് ഇല്ലാത്ത ഇൻപുട്ട് എടുക്കുന്ന സമയത്താണ് പ്രശ്നം. നേരെ മറിച്ച് നമുക്ക് വന്നൊരു ഇൻപുട്ടിനെ അതിന്റെ കൃത്യമായ പ്രൂഫ് ഉണ്ടെങ്കിൽ ഇൻപുട്ട് എടുക്കുന്നതിൽ നമുക്ക് പ്രശ്നങ്ങളില്ല. അപ്പൊ ഞാൻ ആ ഒരു ബില്ല് ഇവിടുന്ന് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ടോട്ടൽ 60,612 രൂപയുടെ ഇൻപുട്ടാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണോ ഇൻപുട്ട് ഉള്ളത് ആ ഇൻപുട്ടിനെ മാത്രമേ നമുക്ക് എടുക്കാൻ പെർമിഷൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പുതിയ GSTR2 വന്ന വലിയ മാറ്റങ്ങൾ. ഇനി ഇവിടെ ഏറ്റവും താഴത്ത് വന്നാൽ നമ്മൾ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, നമ്മൾ മറ്റു കൺട്രികളിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ അതിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലൂടെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ചൈനയിൽ നിന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ നിന്നോ മെറ്റീരിയൽ വരുന്ന സമയത്ത് നിലവിൽ അതിൽ ടാക്സ് ഉണ്ടാവില്ല. അഡീഷണൽ ആയിട്ട് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി അടക്കുന്ന സമയത്ത് ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും. ആ പേ ചെയ്ത ടാക്സ് ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കുക. ഓക്കെ, അതിൽ ഇവിടെ നമുക്ക് അതിന്റെ ഇൻപുട്ട് കാണാൻ കഴിയും. ഇത്ര ടോട്ടല്. അതേപോലെ പിന്നെ ഇനി ഏതെങ്കിലും വേറെ ബില്ലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അതായത് ഇന്റർസ്റ്റേറ്റിൽ നിന്നൊക്കെ വലിയ ബില്ലുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകളും മറ്റു വിഷയങ്ങളൊക്കെ നമുക്കിവിടെ കാണാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ ഹെഡിലും നമുക്ക് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവും. പക്ഷെ GSTR2 എന്ന് പറയുന്ന പാർട്ടിൽ നിലവിൽ നമ്മൾ സൈറ്റിൽ ഒന്നും ചെയ്യാനൊന്നും ഇതുവരെ ഓപ്ഷൻ വന്നിട്ടില്ല. ടിക്ക് ഇടാനോ അതല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അങ്ങനത്തെ ഓപ്ഷനുകളൊന്നും GSTR2 നിലവിലില്ല. നിലവിൽ നമുക്കത് വ്യൂ ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് GSTR2 ആ വ്യൂ ചെയ്തത് പ്രകാരം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള GSTR2 കൂടി നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് GSTR2 ഭാഗത്ത് നമുക്ക് പരിചയപ്പെടാനുള്ളത്. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ GSTR3B എന്താണ് എന്നുള്ളത് കൂടി നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗുഡ് ബൈ.